ലേക്കുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ടു വരുന്നത്. അഭിലാഷ്, നവമി, ഇതാണല്ലോ, അതായത് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നാണ് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. ഇനിയും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ സിദ്ദിഖിന് ഓപ്ഷനുകളുണ്ട്. സുപ്രീം കോടതിയിലേക്ക് പോയാൽ ഒരു പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടാകാം. ഈ സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ആർക്കും ബന്ധപ്പെടാൻ ഇതിനുശേഷം സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നോ മറ്റോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളും അങ്ങനെ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, സിദ്ദിഖിന് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ അപ്പോൾ കൂടിയും ഈ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘത്തിന് ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യേണ്ട സമയമാണ്. അതിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ തടസ്സമില്ല. പക്ഷേ ഇത് സുപ്രീം കോടതിയിലേക്ക് എത്തി സുപ്രീം കോടതിയുടെ വിധി അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ തീരുമാനം കൂടി അറിഞ്ഞതിന് ശേഷം മാത്രം മതിയോ ഒരു ചോദ്യം ചെയ്യൽ, അറസ്റ്റ് എന്ന കാര്യങ്ങളിലേക്ക് കടക്കാനാണോ അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്നും നമുക്കിപ്പോഴും വ്യക്തമല്ല. എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ച ഒരു നിർണായകമായ മണിക്കൂറുകൾ കൂടിയാണ് കടന്നു പോകുന്നത്. അറസ്റ്റിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം നീങ്ങുന്നത് എന്നുള്ളൊരു സൂചന ലഭിക്കുമ്പോഴും പക്ഷേ സിദ്ദിഖ് ഇപ്പോഴും എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അഡ്വക്കേറ്റ് രാമൻ പിള്ളയാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ. അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി സിദ്ദിഖിന്റെ മകൻ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതും ഇനിയും നമ്മൾ സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ അഭിഭാഷകന്റെ നിർദ്ദേശം അനുസരിച്ച് കോടതിയിലേക്ക് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിനടക്കം ഹാജരാകാനോ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് തന്നെ പോകാനാണോ സാധ്യത, അതോ മറ്റെന്തെങ്കിലും വഴിയാണോ അന്വേഷണ സംഘം അഭിഭാഷകൻ മുഖേന സിദ്ദിഖ് നീങ്ങുന്നതും എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും രാവിലെ 11 മണിയോടുകൂടി പുറത്തു വന്ന ഈ ഉത്തരവ് ഈ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും സിദ്ദിഖിനെ പിടികൂടാനോ ചോദ്യം ചെയ്യുവാനോ അറസ്റ്റ് ചെയ്യാനോ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇത് സൂചിപ്പിക്കുന്നത് അന്വേഷണ സംഘം സിദ്ദിഖിനെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പഴുതുകൾ ഒരുക്കി നൽകുകയാണോ എന്നതാണ്. കോടതി തന്നെ വലിയ രീതിയിൽ ഒരു വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സിദ്ദിഖിനെതിരായിട്ടുള്ള പരാതി ഹൈക്കോടതി കണക്കിലെടുക്കുന്നത്. ഒപ്പം സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഈ പരാതിക്കാർക്കെതിരെ സിദ്ദിഖ് ഉയർത്തിയ വാദങ്ങൾ ഹൈക്കോടതി പൂർണ്ണമായും തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്നും സിദ്ദിഖിനെതിരായിട്ടുള്ള വാദങ്ങൾ വരുമ്പോൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇത്രയും വർഷം കഴിഞ്ഞു എന്നതുകൊണ്ട് ഈ അതിജീവിത ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധിക്ഷേപത്തിനോ അല്ലെങ്കിൽ അവർ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് ഉയർത്തിപ്പിടിക്കാനോ നമുക്ക് കഴിയില്ല എന്നുകൂടി വളരെ വ്യക്തമായി ഹൈക്കോടതി ഇന്ന് നിരീക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ച് ഇനി എന്ത് നിലപാടായിരിക്കും അല്ലെങ്കിൽ എന്ത് രീതിയിലേക്കായിരിക്കും സിദ്ദിഖ് പോവുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ അറസ്റ്റിലേക്ക് തന്നെ സിദ്ദിഖ് കടക്കുമോ, അതോ ഇതിനോടകം തന്നെ സിദ്ദിഖ് കേരളം വിട്ടു പുറത്തേക്ക് പോയിട്ടുണ്ടോ? അങ്ങനെ പല ചോദ്യങ്ങളുമാണ് ബാക്കിയാകുന്നത്. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല. നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ മ്യൂസിയം പോലീസാണ് ഇങ്ങോട്ടേക്ക് കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അവർ തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് സംഘം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവരെവിടെയാണ് എത്തിയതെന്നും വ്യക്തമാകുന്നില്ല. അറസ്റ്റ് ഏത് വിധേനയാണ് അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ മ്യൂസിയം പോലീസുമായി സിദ്ദിഖ് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതിലൊന്നും നമുക്ക് വ്യക്തത വന്നിട്ടില്ല. എന്തായാലും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയായിരിക്കും അന്വേഷണ സംഘം കടക്കുക. അതോ സിദ്ദിഖ് ഈ സുപ്രീം കോടതിയുടെ വിധി അതുകൂടി നോക്കിയിട്ടായിരിക്കുമോ അന്വേഷണ സംഘത്തിന്റെ നീക്കം? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അഭിലാഷ്. ഇപ്പോൾ തീർച്ചയായും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇനി നടപടികൾ വേഗത്തിലാക്കുക എന്നത് തന്നെയാണ് പ്രധാനം. വിനോദ്, നിരവധി പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്യുന്ന വിധത്തിലാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ വാദിച്ചത് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 14 പേർക്കെതിരെ പരാതിക്കാരി ആരോപണം ഉന്നയിച്ചിരുന്നു എന്ന വാദം ഉൾപ്പെടെയാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഉയർത്തിയത്. ഇത് അനാവശ്യമായ പരാമർശമാണ്. ഇങ്ങനെയൊരു സ്ത്രീ എത്ര പേർക്കെതിരെ വാദമുന്നയിക്കുന്നു എന്നതല്ല, വാദത്തിൽ കഴമ്പുണ്ടോ അല്ലെങ്കിൽ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നതൊക്കെയാണ് പ്രധാനം. ഒരു സ്ത്രീയെയും മോശക്കാരായി ചിത്രീകരിക്കേണ്ടതില്ല. അങ്ങനെ വളരെ ഗുരുതരമായ
നിരീക്ഷണങ്ങളോടുകൂടി ഗൗരവമുള്ള വിഷയമെന്ന് കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞു ഈ കേസിൽ. ഇനിയിപ്പോൾ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയെ സമീപിക്കുമോ എന്നതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതാണ്. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്രമേൽ ഗൗരവമായ നിരീക്ഷണങ്ങൾ, പരാമർശങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് സിദ്ദിഖിനെ പിടികൂടേണ്ടതുണ്ട്. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ അത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് അന്വേഷണ സംഘം മറുപടി നൽകേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക, അറസ്റ്റ്, അതിന് തന്നെയാണോ അന്വേഷണ